നമ്മുടെ ദേശീയ പ്രസ്ഥാനം സമാനതകളില്ലാത്ത ഒരു ദേശീയ പ്രസ്ഥാനമായിരുന്നു. അതിൽ പങ്കാളികളായ, അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഏതൊരു മനുഷ്യർക്കും അത് വലിയ അഭിമാനബോധമാണ് ഉണ്ടാക്കുന്നത്. മഹാത്മാഗാന്ധി ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗത്തിലൂടെയാണ് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ചത്. അഹിംസയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടായിരുന്നു. രാം ഓർ റഹീം ഭായി ഭായി എന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള വൈവിധ്യപൂർണമായ ജനതയെ അദ്ദേഹം ഒരുമിപ്പിച്ച് നിർത്തുകയാണ് ഉണ്ടായത്. അത് ആ നാനാത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ്, വൈവിധ്യങ്ങളെയും വൈജാത്യങ്ങളെയും അംഗീകരിച്ചുകൊണ്ടാണ്. അതിനെ മനസ്സിലാക്കാൻ കഴിയാതിരുന്ന ചില ശക്തികൾ അന്നും നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു. ദേശീയ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം നിൽക്കാതെ അതിനെ പിറകിൽ നിന്ന് കുത്തിയ വിഭാഗങ്ങൾ അന്നും ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് വിഭജനവും അതിൻ്റെ മുറിവുകളും ഒക്കെ ഉണ്ടായത്. ആ മുറിവുകൾ ഉണങ്ങാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, വീണ്ടും കുത്തിപ്പുണ്ണാക്കാനല്ല. അതെ, കേരളീയ സമൂഹത്തിൻ്റെ ഗുണത്തിനായി വരണം നമ്മുടെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന ഏത് നിലപാടും. നമ്മുടെ സർവകലാശാലകളോട് NIRF റാങ്കിങ്ങിൽ മുന്നോട്ട് വരണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുകയുണ്ടായി. ആദ്യ 10 നമ്മുടെ സർവകലാശാലകൾക്ക് ഇടം പിടിക്കണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർവകലാശാല അതോറിറ്റീസിൻ്റെ യോഗത്തിൽ അഭ്യർത്ഥിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഏവരും, ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സർവകലാശാലകളും ഏകോപിതമായി നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി NIRF റാങ്കിങ്ങിൽ നമ്മുടെ സർവകലാശാലകൾ ആദ്യ 1 ഡസൻ സർവകലാശാലകളിൽ കേരളത്തിലെ 3 സർവകലാശാലകൾ ഇടം പിടിച്ചു. പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ 9, 10, 11 സ്ഥാനങ്ങൾ കേരള സർവകലാശാലയ്ക്കും MG യൂണിവേഴ്സിറ്റിക്കും ക്വിസാറ്റിനും ലഭിക്കുകയുണ്ടായി. അതുപോലെ NAC അക്രഡിറ്റേഷനിലും A++ 2 സർവകലാശാലകളും A+ 3 സർവകലാശാലകളും കരസ്ഥമാക്കി. ഏറ്റവും ഉയർന്ന ഗ്രേഡാണത്. നല്ല രീതിയിലുള്ള റിസർച്ച് ഔട്ട്പുട്ട് നമ്മുടെ സർവകലാശാലകളിൽ നിന്ന് ഇന്ന് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. സർവകലാശാലകളിൽ നിന്ന് ഉണ്ടാകുന്ന ഗവേഷണാത്മക പ്രവർത്തനങ്ങളുടെ പല ഫലങ്ങളും വളരെ അഭിമാനകരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വിദ്യാർത്ഥികൾ സമൂഹത്തിന് ആവശ്യമായ നിരവധിയായ ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും സേവനങ്ങളുമെല്ലാം വികസിപ്പിക്കുകയാണ് സർവകലാശാലകളിൽ. ഇന്നവേറ്റീവായിട്ടുള്ള ഒട്ടേറെ ആശയങ്ങൾ, നൂതനാശയങ്ങൾ വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുകയാണ്, ഗവേഷകർ മുന്നോട്ട് വയ്ക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ്, നവകേരള ഫെലോഷിപ്പ്, അതിൻ്റെ ഭാഗമായൊക്കെ തന്നെ കേരളത്തിൻ്റെ അടിസ്ഥാന മേഖലകൾക്ക് ആവശ്യമായ പുതിയ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്, പരിഹാര നിർദ്ദേശങ്ങൾ ലഭിക്കുകയാണ്. അതൊക്കെ തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതാ പറഞ്ഞത്, അനാവശ്യമായി ഇതപര്യന്തം കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇല്ലാത്ത വിധത്തിലുള്ള ഓരോ വിസ്ഫോടനാത്മകമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ ഉത്തരവാദപ്പെട്ടവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ്. എന്താ അക്രമപ്രവർത്തനം? വിദ്യാർത്ഥികൾ പ്രതിരോധിക്കും അത്തരം സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ. അന്ന് കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ പേരിലായിരുന്നു അന്ന് പ്രശ്നം. ഇപ്പോൾ വിഭജന ഭീകരത ആവശ്യമില്ലാതെ എടുത്തിടാണ് ഓരോ പ്രശ്നങ്ങൾ. അപ്പോൾ ശാന്തിയും സമാധാനവും പുലരേണ്ട കേന്ദ്രങ്ങളാണ് നമ്മുടെ സർവകലാശാലകൾ. അവിടെ ബോധപൂർവം പ്രശ്നം ഉണ്ടാക്കാൻ ഉത്തരവാദപ്പെട്ടവർ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു വിനയപൂർണമായ അഭ്യർത്ഥനയാണ്.